ഇപ്പോഴത്തെ എയ്റോപ്ലെയിൻസ് പോലെ പണ്ട് ആകാശം ഭരിച്ചിരുന്ന ഒന്നായിരുന്നു എയർഷിപ്സ്. എന്നാൽ ഈ ഭീമൻ എയർഷിപ്സ് എന്താണ് ഇപ്പോൾ ഇല്ലാത്തത്? ഒരു കാലത്ത് ലക്ഷറിയുടെ സിമ്പലായിരുന്ന എയർഷിപ്സിന് എന്താണ് സംഭവിച്ചത്? നമുക്കൊന്ന് നോക്കാം. ആകാശത്തിലെ കൊട്ടാരമായിരുന്ന എയർഷിപ്സ് അതിന്റെ കന്നി യാത്ര നടത്തുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ഫെർഡിനാൻഡ് വോൺ സെപ്ലിൻ എന്ന ഒരു ജർമ്മൻ അരിസ്ട്രോക്രാറ്റ് നിർമ്മിച്ച സെപ്ലിൻ LC-1 എന്ന എയർഷിപ്പ് അന്നത്തെ കാലത്ത് ഒരു വിസ്മയമായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലമായപ്പോഴേക്ക് എയർഷിപ്സ് അതിന്റെ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആകാശത്തുകൂടെ പറക്കാൻ പറ്റുന്ന കപ്പലിൽ സുഖകരമായി യാത്ര ചെയ്തും നല്ല ഭക്ഷണം കഴിച്ചും കാഴ്ചകൾ കണ്ടുമൊക്കെ യാത്ര ചെയ്യുന്നത് അന്ന് എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. സെപ്ലിൻ LZ-129 ഹിൻഡൻബർഗ് എന്ന ആകാശ കപ്പൽ അന്ന് ഏവിയേഷന്റെ ഏറ്റവും മികച്ച വെസലായിരുന്നു. യാത്രക്കാരെ കൊണ്ട് ആകാശത്തുകൂടി ജർമ്മനിയിൽ നിന്നും US പോയിരുന്ന ഹിൻഡൻബർഗ് ഒരു രാജകീയ യാത്ര തന്നെയാണ് ആളുകൾക്ക് സമ്മാനിച്ചത്. എന്നാൽ എയർഷിപ്സിന്റെ വാഴ്ച അധികകാലം നീണ്ടു നിന്നില്ല. 1937 ഫ്ലെയിമബിൾ ഹൈഡ്രജൻ നിറച്ച് യാത്ര ചെയ്തിരുന്ന ഹിൻഡൻബർഗ് US ലാൻഡ് ചെയ്തപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടാവുകയും ഈ അപകടത്തിൽ 35 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഈ അപകടത്തോടുകൂടി എയർഷിപ്സിന്റെ സുവർണ കാലഘട്ടമാണ് അവസാനിച്ചത്. പിന്നീട് അങ്ങോട്ട് എയർഷിപ്സിന് പഴയ ആ പ്രതാപം വീണ്ടെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ എയർഷിപ്സ് ഒരു ഈക്കോ ഫ്രണ്ട്ലി എയർ ആൻഡ് കാർഗോ ട്രാൻസ്പോർട്ട് മെത്തേഡായി മാറ്റാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി ഒരുപാട് കമ്പനീസ് നടത്തുന്നുണ്ട്. ഒരു കാലത്ത് ലക്ഷറിയുടെയും കംഫർട്ടിന്റെയും പ്രതീകമായിരുന്ന എയർഷിപ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?